ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂർ ജില്ലയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ഗവർണറെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ ഞങ്ങൾക്കറിയാത്തതല്ലെന്നും ഗവർണറുടെ പദവിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അത് പറയാത്തതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി വരുന്ന ജില്ലയെക്കുറിച്ചും അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ? ഐ നോ ദ ബ്ലഡ് ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് കണ്ണൂരിൻ്റെ ചരിത്രം? കണ്ണൂരിൻ്റെ ചരിത്രം അത്ര മോശമാണോ? കോളനി വിരുദ്ധ പോരാട്ടം നടത്തി ഒട്ടനവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ. എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ നടന്നു. എന്നാൽ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് കണ്ണൂരിനോടും കേരളത്തിനോടും ഇത്ര വിദ്വേഷം? മംഗലാപുരം കേന്ദ്രീകരിച്ച് RSS കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തിരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂരാണ്. 1970 ഡിസംബറിൽ വർഗീയ കലാപമുണ്ടാക്കാൻ RSS കണ്ണൂരിലെ തലശ്ശേരിയെ തെരഞ്ഞെടുത്തു. അന്ന് കുപ്രചാരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ പോയി CPM നേതാവ് UK കുഞ്ഞിരാമൻ ചിലർക്കൊപ്പം പള്ളിക്ക് കാവലിരുന്നു. നീ മാപ്പിളയുടെ സന്തതിയെന്ന് പറഞ്ഞ് UK കുഞ്ഞിരാമനെ RSSകാർ വകവരുത്തി. അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേരെ കലാപം നടത്തരുതെന്നും മതസഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്നും പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് വാഹനം പോയി. ഞങ്ങളുടെ ജീവൻ പോയാലും തലശ്ശേരിയുടെ മണ്ണിൽ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുമെന്ന് ആഹ്വാനം ചെയ്തു. അതിൽ നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരൻ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രം മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം. നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം.